നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകി ചലച്ചിത്ര നടി വിൻസി അലോഷ്യസ്. ഫിലിം ചേംബറിനും താരസംഘടനയ്ക്കുമാണ് വിൻസി പരാതി നൽകിയത്. കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി. ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി തൃശൂരിലും കൊച്ചിയിലും പോലീസ് പരിശോധന നടത്തി. ചലച്ചിത്ര നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച വെളിപ്പെടുത്തലുകളും വിവരങ്ങളും എക്സൈസ് വകുപ്പ് കൃത്യമായി അന്വേഷിക്കുമെന്നും മന്ത്രി. യേശുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാൽകഴുകൽ ശുശ്രൂഷയും തിരുവത്താഴ പൂജയും നടന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പെസഹ ദിന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ഈരത്തറ, വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. മങ്ങാട് മെഡിക്കൽ കോളേജ് റോഡിൽ കോട്ടപ്പുറം ആറ്റത്ര കോട്ടപ്പള്ളം വളവിലാണ് ലോറി മറിഞ്ഞത്. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നു. പവന്റെ വില 840 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. 71,360 രൂപയാണ് ഒരു പവന്റെ വില. ഗ്രാമിന്റെ വില 8,815 രൂപയിൽ നിന്ന് 8,920 രൂപയുമായി. മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാതാൽപര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ. സുഭാഷ് ക്ലബിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാനും CPM നേതാവുമായ P. വത്സലൻ 19ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കാമ്പൽ പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കാട്ടാക്കാമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ കാട്ടാക്കാമ്പൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മുറ്റിച്ചൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് പുത്തൻ പീടിക പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പറ്റിയേക്കൽ നേതൃത്വം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഫി ചിച്ചിലപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ PP ജോസ്, NJ ജെമി, NP സേവി ലൈജോ, ബോണീസ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി. ഫൊറോന സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം നിർവഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പെസഹ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കനകമല വിശുദ്ധ അന്തോണിസിന്റെ നാമധേയത്തിലുള്ള അടിവാരം പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ മനോജ് മെക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ അജിത് തടത്തിൽ സന്ദേശം നൽകി. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ പിണ്ടിയാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ബ്രദർ ജോബി വടയാട്ടുകുഴി എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ പെസഹ ദിനം ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഗായകനുള്ള പ്രഥമ പി ജയചന്ദ്രൻ പുരസ്കാരം മധു ബാലകൃഷ്ണന് സമ്മാനിച്ചു. ജനകീയ സൗഹൃദ വേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന ചടങ്ങിൽ സി മുകുന്ദൻ MLA ആണ് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സമർപ്പിച്ചത്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ഭക്തിസാന്ദ്രമായി. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പറ്റിയേക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഏനമംഗൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദിവ്യബലി, കാൽക്കഴുകൽ ശുശ്രൂഷ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടന്നു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പെസഹ ആചരിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. പാഞ്ഞാൽ കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിൻഡോ മറോക്കോയ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊതു ആരാധന, അപ്പമുറിക്കൽ എന്നിവ നടന്നു. പനംകുറ്റിച്ചിറയിലെ കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 5.5 കോടി രൂപ ചെലവിലാണ് സോണൽ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. പാലിക്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള ടോൾ ഈടാക്കൽ താൽക്കാലികമായി നിർത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ബെന്നി ബെഹനാൻ MP കത്തയച്ചു. ഫ്ളൈ ഓവർ നിർമ്മാണം നടക്കുന്നതിനാൽ രൂക്ഷമായ ഗതാഗത കുരുക്കും സമയനഷ്ടവുമാണ് വരുത്തിവെക്കുന്നത് MP കത്തിൽ ചൂണ്ടിക്കാട്ടി. SFI ഏരിയ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പെസഹ ശുശ്രൂഷകൾ നടന്നു. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചേലക്കര മെതുകിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒലവക്കോട് കല്ലപ്പറമ്പ് വീട്ടിൽ 40 വയസ്സുള്ള മുഹമ്മദ് യൂസഫാണ് ഭാര്യ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരിപുരം സ്വദേശി പോക്കുരുപ്പറമ്പിൽ ശശാങ്കനെയാണ് കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ മാസം 20 മുതൽ 27 വരെ ശ്രീമദ് ഭാഗവത സപ്തഹ യജ്ഞം നടക്കും. ഭാഗവതാചാര്യൻ കൽപ്പകശ്ശേരി വേണു മുസുദ് യജ്ഞാചാര്യനാകും. തൃശൂർ പൂരം പ്രദർശന നഗരിൽ എക്സൈസ് വിമുക്തി മിഷൻ പവിലിയൻ തുറന്നു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.